പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത VC-യുടെ നടപടി അന്വേഷണം അട്ടിമറിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉന്നതരുടെ മക്കളെ രക്ഷിക്കാൻ സർവകലാശാലയും സർക്കാരും ഒത്തുകളിക്കുന്നു. അക്രമം തുടരണമെന്ന് പറഞ്ഞ് കുട നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. കോളേജ് അധികൃതർ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടിയാണ്. ഒരു അന്വേഷണവും നടത്താതെ ഒരു നിയമസഹായവും തേടാതെ ഈ വൈസ് ചാൻസലർ പിൻവലിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഈ ക്രിമിനലുകളെ മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അക്രമം തുടരണം, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. സലീം മാലിക് വിവരങ്ങളുമായി. സലീം, വിശദാംശങ്ങൾ. ഉന്മേഷ്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്ന് സസ്പെൻഡ് ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതിലാണ് വലിയ നിലയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെന്നാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ കുടുംബം ഇപ്പോൾ അങ്ങനെ തിരിച്ചെടുത്തതിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്ന് കുടുംബം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രതിപക്ഷം കുടുംബത്തോടൊപ്പമാണ് എന്നും പറയുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ CBI എത്തുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ നടന്നതാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. CBI എത്തുന്നതിന് മുമ്പ് തെളിവുകൾ നശിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.